ഹായ്, ഞങ്ങൾ ഐർഗ്രീൻ ഹോസ്പിറ്റലത്തെ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റാണ്. എൻ്റെ പേര് നിയാശരൻ. ഞാൻ ദിൽന സുൽത്താന. ഞങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷാഘാതത്തെ പറ്റിയാണ്. അതെ, എന്താണ് പക്ഷാഘാതം? അതിലോട്ട് പോകാം. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം വരുന്ന ഒരു രോഗാവസ്ഥയാണ് പക്ഷാഘാതം. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ രണ്ട് അർത്ഥഭാഗങ്ങളായിട്ടാണല്ലേ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വലതു ഭാഗവും പിന്നെ ഇടതു ഭാഗവും. സോ അതിനെ കുറിച്ചിട്ട് വലതുഭാഗത്ത് എന്തെങ്കിലും തകരാറോ ബുദ്ധിമുട്ടോ സംഭവിക്കുകയാണെങ്കിൽ അത് ഓർമ്മശക്തിയെ ബാധിക്കുന്നു. അതേസമയം ഇടതുഭാഗത്താണ് എന്തെങ്കിലും തകരാറോ ബുദ്ധിമുട്ടോ സംഭവിക്കുന്നത് എങ്കിൽ അത് ഭാഷയെയും സംസാരത്തെയുമാണ് ബാധിക്കുന്നത്. സ്ട്രോക്ക് മൂലം ഉണ്ടാവുന്ന ചില രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഉള്ളതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? അപ്പോൾ അതിൽ വരുന്നതാണ് അഫേസിയ, പിന്നെ അപ്രാക്സിയ, ഡിസ്ഫേജിയ, ഡിസാർട്രിയ. അപ്പോൾ അപ്രാക്സിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അഗ്നോസിയ, പിന്നെ അലെക്സിയ, എഗ്രാഫിയ. സോ ഇവയെല്ലാം. അപ്പോൾ മാം നമുക്കിനി ഇതിനെല്ലാം കുറച്ചൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. തീർച്ചയായും. അഫേസിയ എന്ന് പറയുന്നത് ഭാഷയോ സംസാരമോ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അഫേസിയയിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സംസാരത്തെ ബാധിക്കുക, മനസ്സിലാക്കാനുള്ള കഴിവ്, തിരിച്ചു പറയാനുള്ള കഴിവ്, അതേപോലെ തന്നെ നമ്മളൊരു സാധനത്തെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൾ, പറയുന്നത് തിരിച്ചു പറയാനുള്ള കഴിവ്, എഴുതാനുള്ള ബുദ്ധിമുട്ട്, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, കാൽക്കുലേഷൻസ്, ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അഫേസിയയിൽ കണ്ടുവരുന്നത്. ഡിസാർട്രിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളിൽ ഉണ്ടാകുന്ന മസിൽസിൻ്റെ ബലക്കുറവിനെയാണ് പറയുന്നത് ഡിസാർട്രിയ എന്ന്. ആ ഒരു അവസ്ഥയെ പറയുന്നതാണ് ഡിസാർട്രിയ എന്നുള്ളത്. അടുത്തതായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അപ്രാക്സിയയാണ്. അപ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്ലാനിങ് ആൻഡ് പ്രോഗ്രാമിംഗ് അതേപോലെ തന്നെ എക്സിക്യൂഷനെയാണ് ബാധിക്കുന്നത്. നമ്മൾ പറയുന്നതെല്ലാം അവർക്ക് മനസ്സിലാകുന്നുണ്ടാവും, പക്ഷേ അതേസമയം അവർക്ക് അത് തിരിച്ചു പറയാനോ തിരിച്ച് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടാണ് അപ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുട്ടികളിൽ കണ്ടുവരികയാണെങ്കിൽ നമുക്ക് ചൈൽഡ്ഹുഡ് അപ്രാക്സിയയും ഉണ്ടല്ലേ? തീർച്ചയായും. സോ ഇതിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് ഐഡിയേഷണൽ, ഇഡിയോമോട്ടോർ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷണൽ അപ്രാക്സിയ, ലിം കൈനറ്റിക് അപ്രാക്സിയ. ഇപ്പോൾ ലിം കൈനറ്റിക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തോന്നും ആളുടെ സെൻസറി ലോസ് ആണ് അല്ലെങ്കിൽ പാരാലിസിസ് ആണെന്ന്. ബട്ട് ആക്ച്വലി അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ലിം കൈനറ്റിക് അപ്രാക്സിയയിൽ വരുന്നത്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്രാക്സിയയുടെ അണ്ടറിൽ വരുന്നില്ലേ. പിന്നെ നമുക്ക് വീണ്ടും കണ്ടുവരുന്നതാണ് ഈ അലെക്സിയ, അതേപോലെ തന്നെ അഗ്രാഫിയ, അതേപോലെ തന്നെ അഗ്നോസിയ എന്നുള്ള കണ്ടീഷൻസ് അല്ലേ? അലെക്സിയ എന്ന് പറയുന്നത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതാനുള്ള ബുദ്ധിമുട്ടും, അഗ്നോസിയ എന്ന് പറയുന്നത് ധാരണാ വൈകല്യവുമാണ്. അഗ്നോസിയ എന്ന് പറയുന്നത് ധാരണാ വൈകല്യമാണല്ലോ. അപ്പോൾ അഗ്നോസിയയിൽ പറയുകയാണെങ്കിൽ വിഷ്വൽ അഥവാ കാഴ്ചയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതായത് അവർ കാണുമ്പോൾ അവർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും, അതെങ്ങനെ പുറത്തോട്ട് പറയണം എന്നറിയുന്നില്ല. സോ ചില മുഖങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അവരാണെന്നൊക്കെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല. സോ അതിന് പറയുന്നതാണ് പ്രൊസെപ്റ്റഗ്നോസിയ എന്ന്. പിന്നെ വരുന്നതാണ് ടച്ചിൻ്റെ, അതായത് തൊടുമ്പോൾ അവർക്ക് ഇന്നതാണ്, ഇപ്പോൾ ഒരു ആപ്പിൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ആപ്പിളാണെന്ന് അവർക്ക് മനസ്സിലാവായിക. സോ അതിന് അസ്റ്റെരിയോ അഗ്നോസിയ എന്ന് പറയും. പിന്നെ വരുന്നതാണ് കേൾവിയുടെ, അവർ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവാത്ത അവസ്ഥ. സോ ഇതൊക്കെ അഗ്നോസിയയിൽ വരുന്ന സെൻസറി മൊഡാലിറ്റീസ് ആണ്. ഇനി അടുത്തതായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലോ അല്ലേ, ഡിസ്ഫേജിയ. ഡിസ്ഫേജിയ എന്ന് പറയുന്നത് വിഴുങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്ഫേജിയ എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം കാണുക, ഇവയെല്ലാം ചികിത്സിക്കുന്ന വിഭാഗത്തെയാണ് ഡിഗ്ലൂട്ടോളജി എന്ന് പറയുന്നത്. സോ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് ഒരു ഡിഗ്ലൂട്ടോളജിസ്റ്റിനെയാണ്. പക്ഷാഘാതം വന്നൊരു രോഗി ഇനി എപ്പോഴാണ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിനെ കാണേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. So for time being, signing off, myself Niya Sharan and Dilna Sultana. Thank you.